തുടക്കത്തിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ 1980 ഞാനിവിടെ ഒമാനിൽ വന്നത്. ഒരു മിനിസ്ട്രി ഓഫ് ലാൻഡ് അഫയേഴ്സ് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് വന്ന് ഒരു മിനിസ്ട്രിയുടെ അണ്ടറിൽ ഒരു ടെക്നീഷ്യനായിട്ടാണ് ഇവിടെ സുവൈക്ക് എന്ന സ്ഥലത്ത് വന്നത്. ഏകദേശം ഒരു 2-3 മാസത്തോളം ഉണ്ടായുള്ളൂ മസ്കറ്റിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് സുവൈക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, റോഡില്ല, കരണ്ടില്ല, വെള്ളമില്ല എന്നൊക്കെ പറയാമല്ലോ. ഇല്ലാത്തൊരു സ്ഥലമായിരുന്നത്. ഒരു ഉൾഗ്രാമം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പുരോഗതിയും അല്ലെങ്കിൽ ഒരു ഇതില്ലാത്തൊരു നാടായിരുന്നത്. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ വളർന്നു വന്നു. 86 എൻ്റെ ഈ ഒരു സ്ഥാപനത്തിലേക്കുള്ള ചുവടുവെപ്പ് ഉണ്ടായത്. പക്ഷേ മിനിസ്ട്രിയിലായതിൻ്റെ പേരിൽ ഏകദേശം രാവിലെ 6 മണി മുതൽ 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഡ്യൂട്ടി കഴിയും. പിന്നെ വൈകിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ കിടന്നുറങ്ങില്ല. അങ്ങനെ നാട്ടിൽ നിന്നുള്ള അങ്ങനെ ഒരു ശീലമില്ലാത്തതിൻ്റെ പേരിൽ അതിലേക്ക് അങ്ങനെ പോകാറില്ല. അന്ന് ബർക്ക അപ്പുറം, അത് സീബിനിപ്പുറം ആയിട്ടൊരു മത്താം ജുമ എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സുവൈക്കിലാണ് ഒരു പെട്രോൾ പമ്പ് ഉള്ളത്. അത് കൈകൊണ്ട് ഇങ്ങനെ തിരിക്കുന്നത്, കറണ്ടൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അറിയാമല്ലോ, കൈകൊണ്ട് ഇങ്ങനെ തിരിച്ചിട്ടാണ് പെട്രോൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പെട്രോൾ പമ്പും ആ ഒരു പ്രദേശങ്ങളിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ മെയിൻ റോട്ടിൽ വരും. മെയിൻ റോട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓഫീസ് സൂക്കിലാണ്, സുവൈക്കിൻ്റെ ഉള്ളിലാണ്, കടലോരത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ വരുമ്പോൾ പല ഷോപ്പുകാരും ഇങ്ങനെ അവിടെ നിൽക്കുന്നത് കാണാൻ പറ്റും. അതായത് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ദീർഘിച്ച് പറയണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കുറേ ഇപ്പം സ്ഥലങ്ങൾ ഉൾ സൈഡുകളിലുള്ള കടക്കാരുകൾ 2, 3, 4, 5, 6 പേരൊക്കെ ഇവിടെ ഇങ്ങനെ പെട്രോൾ പമ്പിൻ്റെ അവിടെ ഒന്നും കണ്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനൊരു ദിവസം ചോദിച്ചു, എന്താണ് നിങ്ങൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? അപ്പോൾ മസാല വണ്ടി വരാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് മസാല വണ്ടി, അതെ, മസാല വെക്കുന്ന വണ്ടി ഇവിടെ വരാനുണ്ട്. അപ്പോൾ അവർ ഈ സാധനങ്ങൾ കളക്ട് ചെയ്ത് സൈക്കിളിലാണ് അന്നുണ്ട്, വേറെ വാഹനമൊന്നുമില്ല, സൈക്കിളിൽ വെച്ച് കെട്ടിയിട്ട് അവർ നേരെ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവർ വിൽക്കും. അല്ലാതെ ഇവരെ ഷോപ്പുകളിലൊന്നും ഈ വണ്ടികൾ പോവില്ല. മസ്കറ്റിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. രണ്ട് മസാല കമ്പനി അന്ന് ഉണ്ടായിരുന്നത്. അന്ന് അബ്ദുള്ള ഉസ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു, പിന്നെ ഷൻഫാരി എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷൻഫാരി കമ്പനി വലിയൊരു സ്ഥാപനമായിരുന്നു, മിനിസ്റ്റർ ആയിരുന്നു ഇവിടുത്തെ. രണ്ടാമത്തെ അബ്ദുള്ള ഉസ്മാൻ എന്ന് പറഞ്ഞാൽ 30ഓളം വണ്ടികളും സംവിധാനങ്ങളും ഉള്ള വലിയ കമ്പനിയായിരുന്നു. ഈ 2 കമ്പനികളുടെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ വണ്ടികൾ വരുമ്പോൾ സുവൈക്ക് പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലുള്ള കുറേ ഷോപ്പുകളുടെ ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഓണർമാരായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്നങ്ങാട്ട് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും വണ്ടിക്കാരായിരുന്നു. എന്നിട്ട് കൊണ്ടുപോകുന്ന സംവിധാനം അങ്ങനെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഇതിങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് ഇത്തരം ഒരു ബിസിനസ് നമുക്കിവിടെ അങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ തോന്നിയിട്ടാണ് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനും പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കാലഘട്ടങ്ങളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കവറിൻ്റെ ഉള്ളിൽ പൊടിയിട്ടിട്ട് അത് മടക്കി വേറൊരു കവറിൻ്റെ ഉള്ളിലാക്കി കടലാസിൻ്റെ ലേബൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് മെഴുകുതിരി കൊണ്ട് ഒട്ടിക്കുന്ന ഒരു സംവിധാനമാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ഒരു പുതിയ സ്റ്റൈലിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ ഒരു പ്രിൻറ്റിങ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ വേണ്ടി കണ്ടിട്ട് ഞാൻ ദുബായിൽ പോയിട്ട് അവിടെ നിന്ന് കങ്കാരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ അവരടുത്ത് നിന്ന് അവരായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ ഇതൊരു പ്രിൻറ്റിങ് സ്റ്റൈലിലുള്ള കവറിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തുകയും അവിടെ അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത് തന്നെ. ഒരു പുതിയ സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ മാർക്കറ്റിൽ ഇറങ്ങുന്നത് തന്നെ. പക്ഷേ എന്തായാലും എങ്ങനത്തെ സ്റ്റെപ്പാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ വലിയ കമ്പനിയുടെ മുമ്പിൽ ചെറിയൊരു സ്ഥാപനം പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രയാസമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ആ ഷോപ്പുകളുടെ പേര് പരിചയക്കാരുടെ പേര് പറയാനെന്ന് പറഞ്ഞാൽ ഈ ഷോപ്പുകളിലാണ് ഞാൻ ആദ്യം തന്നെ ഈ സാധനം കൊണ്ട് കൊടുക്കുക. കാരണം ഇവരൊക്കെ എല്ലാവർക്കും എനിക്ക് വേണ്ടപ്പെട്ടവരും എന്നെ അവർ വേണ്ടപ്പെട്ടവരാണല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു 10 പൈസ അല്ലെങ്കിൽ 20 പൈസ ഒക്കെ അവർ വാങ്ങിക്കുമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അല്ലാതെ അവർക്ക് ഭയങ്കര നഷ്ടമാണ്. കാരണം എൻ്റെ അടുത്ത് സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിൽക്കുന്നത് 16 രൂപ, 100 പീസിന് 16 റിയാലാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് 12 രൂപക്കാണ്. അതായത് 4 റിയാലോളം ലാസ്റ്റത്തിന് നമ്മുടെ അടുത്ത് മേടിക്കുന്നുണ്ട്. അവർ വിൽക്കുന്നത് 200 പൈസക്കാണ്. ആ ഒരു സ്റ്റൈലാണ് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് നഷ്ടം വരും നമ്മുടെ അടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ. നമുക്കതിലേക്ക് കുറച്ച് കൊടുക്കാനും കഴിയില്ല. കാരണം നമ്മളുടെ സാധനം എന്നുള്ള ആ ക്വാളിറ്റി നമ്മൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊടിച്ച് അരിച്ച് ഇതുപോലെ എൻ്റെ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആദ്യത്തെ സെയിൽസ്മാൻ തന്നെ ഞാൻ തന്നെയായിരുന്നു.
ഞങ്ങൾ തന്നെ മുനിസിപ്പാലിറ്റിയുടെ 3-4 തമിഴന്മാർ ഈ മറ്റേ ക്ലീനിങ്ങിനുള്ള പിള്ളേരുണ്ടായിരുന്നു. അവരെയും കൂടെ കൂട്ടിയിട്ട് സഹായത്തിന് കൂട്ടിയിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. ഒരു വർഷത്തോളം, ഒരു 5 വർഷം നമ്മൾ വേറെ സ്റ്റാഫില്ലാതെ തന്നെയാണ് ഞാൻ അത് കൊണ്ടുപോയത്. അപ്പോൾ ഞാനും ഈ കുട്ടികളും കൂടെ പൊടിക്കലും അരിക്കലും അല്ലെങ്കിൽ പാക്ക് ചെയ്യലും അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, വണ്ടിയിൽ കയറിയിട്ട് ഈ ഒരു വാനാണ് ഉണ്ടായിരുന്നത്. ആ വാനിൽ കൊണ്ടുപോയി ഇങ്ങോട്ട് തന്നെ ഷോപ്പുകളിലൊക്കെ സെയിൽ ചെയ്യാണ്. അപ്പോൾ ഈ ഗ്രിപ്പ് ഉണ്ടാവാൻ കാരണം ഈ ഷോപ്പുകാരായിട്ട് നല്ല ബന്ധമായിരുന്നു എനിക്ക്. കാരണം അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് എന്നെ വേണമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആയി. അപ്പോൾ അവർക്കും ഒരു 10 പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് തന്നെ പോയി ചോദിച്ചു പഠിക്കുന്ന ഒരവസ്ഥയായി മാറി. പിന്നെ പാടെ നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്യുന്നൊരവസ്ഥയായി. അവസാനം കുറച്ച് ആയപ്പോൾ ഈ അബ്ദുൾ ഉസ്മാൻ എന്ന് പറഞ്ഞ കമ്പനി നമ്മളുടെ അടുത്ത് സാധനം പിടിച്ചിട്ട് വിൽക്കുന്നൊരവസ്ഥ വന്നു. അങ്ങനെ നല്ലൊരു സംഖ്യ വലിയൊരു റിയാൽ ഞങ്ങൾക്ക് ബാധ്യത വെച്ചിട്ടാണ് അവർ പിന്നെ അടച്ചു പോയത്. അതുപോലെ തന്നെ ഷൻഫാരി എന്നുള്ള കമ്പനി പൂർണ്ണമായി നിന്നുപോയി. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ ഈ പ്രൊഡക്റ്റിനോട് നമ്മളെ സാധനങ്ങളോട് മാച്ച് ചെയ്യാൻ അവർക്ക് കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ അത് അവരെ നിർത്തേണ്ടി വന്നു. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ 1 by 1 ആയിട്ട് സ്റ്റെപ്പ് പോകുന്നത്.